നമ്മളിന്ന് വേഗത്തിലൊരു സെൻറ്റൻസ് പാറ്റേൺ ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ് ജേർണി കുറച്ചും കൂടെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അതിലൊന്നാണ് സെൻറ്റൻസ് പാറ്റേൺസ് പഠിക്കുക എന്നുള്ളത്. അപ്പം ബീയിങ് യൂസ് ചെയ്തിട്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസിനെ കുറിച്ച് ഇംഗ്ലീഷിൽ പറയാനായിട്ട് ഒരു സെൻറ്റൻസ് പാറ്റേൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ വരുന്നത്, ഒരമ്മ എന്ന നിലയിൽ എൻ്റെ കുട്ടികളോട് എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇത് നമുക്ക് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ബീയിങ് എ മദർ ഐ ഹാവ് സം റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് മൈ ചിൽഡ്രൻ. ബീയിങ് എ മദർ ഐ ഹാവ് സം റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് മൈ ചിൽഡ്രൻ. ഇന്ത്യയിലെ ഓരോ പൗരനും എന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ബീയിങ് ഈച്ച് സിറ്റിസൺ ഓഫ് ഇന്ത്യ, we are bound to follow the rules and regulations of our constitution. Being each citizen of India, we are bound to follow the rules and regulations of our constitution. ഒരു എംപ്ലോയി എന്ന നിലയിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. ബീയിങ് ആൻ എംപ്ലോയി, it is my duty to work for the welfare of my organization. Being an employee, it is my duty to work for the welfare of my organization.